We have three changes tonight. Aksar comes back, Ishan comes back, and also one more. Oh my God, I've become... That's okay. But don't worry, whatever it is, Trivandrum, Sanju Samson is playing tonight. സഞ്ജു സാംസൺ തൻ്റെ റോൾ നന്നായി നിർവഹിച്ചു. ടീമിന് മികച്ച തുടക്കം നൽകി. ഇന്ത്യ സഞ്ജുവിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതുതന്നെയാണ്. സിംബാബ്വെക്കെതിരെ സഞ്ജു ഔട്ടായതിനു ശേഷം ദിനേശ് കാർത്തിക് കമൻട്രി ബോക്സിലൂടെ പറഞ്ഞ വരികളാണിവ. കാർത്തിക് ആ വാക്കുകൾ ഉച്ചരിച്ചപ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ ഇന്ത്യൻ ടീമിൻ്റെ ഡഗ്ഔട്ട് ദൃശ്യമാകുന്നുണ്ട്. ഹെഡ് കോച്ച് ഗംഭീറും മറ്റ് ടീമംഗങ്ങളും സഞ്ജുവിനെ അഭിനന്ദിക്കുന്നുണ്ട്. ആ കാഴ്ച ഈ ലോകം കണ്ടു. കാർത്തികിൻ്റെ പ്രസ്താവനയോട് ടീം ഇന്ത്യ പൂർണ്ണമായി യോജിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയായിരുന്നു. സഞ്ജു വലിയൊരു സ്കോർ കണ്ടെത്തിയിരുന്നുവെങ്കിൽ നമ്മുടെ ആനന്ദം 10 മടങ്ങ് വർദ്ധിക്കുമായിരുന്നു എന്നതിൽ തർക്കമില്ലല്ലോ. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ദക്ഷിണാഫ്രിക്കയോട് പോയിന്റിറങ്ങിയപ്പോൾ ദിശാബോധമില്ലാതെ വരഞ്ഞ ഇന്ത്യൻ ടീം വീണ്ടും ട്രാക്കിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിച്ച സഞ്ജുവിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാക്കും. ഓപ്പണർമാരിൽ നിന്നും മികച്ച തുടക്കങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നതാണ് ഈ ലോകകപ്പിൽ ഇന്ത്യ അഭിമുഖീകരിച്ചിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ആദ്യ ഓവർ സ്പിന്നർക്ക് നൽകുക എന്ന തന്ത്രങ്ങളിലൂടെ എതിർ ടീമുകൾ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടേയിരുന്നു. സഞ്ജുവിനെ ഇറക്കിയതോടെ ഈ 2 പ്രശ്നങ്ങൾക്കും ഒറ്റയടിക്ക് പരിഹാരമാകുന്നുണ്ട്. ഇന്ത്യക്ക് സ്ഫോടനാത്മകമായ തുടക്കം കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ ഓവർ എറിയുമെന്ന് കരുതിയിരുന്ന സിക്കന്ദർ റാസ പവർ പ്ലേ കഴിയുന്നതുവരെ പന്ത് കൈകൊണ്ട് സ്പർശിച്ചതുമില്ല. പിച്ചിൽ ഈർപ്പമുണ്ട് എന്ന കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടാണ് സിംബാബ്വെ ബോൾ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അവരുടെ ഓപ്പണിംഗ് ബോളറായ ബ്ലേസിംഗ് മുസുർബാനിയുടെ പേരിൽ അത്യാകർഷകമായ ഒരു റെക്കോർഡുണ്ടായിരുന്നു. ഈ ലോകകപ്പിൽ 10 പവർ പ്ലേ ഓവറുകൾ മുസുർബാനി എറിഞ്ഞിരുന്നു. പക്ഷേ ഒരു ബൗണ്ടറി പോലും അയാൾ വഴങ്ങിയിരുന്നില്ല. അങ്ങനെയുള്ള മുസുർബാനിയെ സഞ്ജു പുൾ ചെയ്ത് ലോങ് ഓണിന് മുകളിലൂടെ സിക്സർ പറത്തിവിടുന്നുണ്ട്. സ്ക്വയർ ലെഗിലൂടെ പായുന്ന പുൾ ഷോട്ടുകളെ മികച്ചതെന്ന് വിലയിരുത്താം. മിഡ് വിക്കറ്റിലൂടെ പറക്കുന്ന പുൾ ഷോട്ടുകളെ മഹത്തരമെന്ന് വിശേഷിപ്പിക്കാം. എന്നാൽ ആ ഹിറ്റ് ലോങ് ഓണിന് മുകളിലൂടെ കളിക്കപ്പെട്ടാൽ അതിനെ അവിശ്വസനീയമെന്ന് മാത്രമേ വിളിക്കാനാകൂ. അതാണ് സഞ്ജുവിൻ്റെ പ്രതിഭ. റിച്ചാർഡ് എൻഗാരോയ്ക്കെതിരെ സഞ്ജു നേടിയ സിക്സർ അതിനേക്കാൾ ഏറെ ചേതോഹരമായിരുന്നു. ഒരു കട്ട് ഷോട്ടിന് അനുയോജ്യമായ ബോളാണ് എൻഗാരോ എറിഞ്ഞത്. പക്ഷേ സഞ്ജു അതിനെ ബാക്ക് ഫുട്ടിൽ സ്ട്രൈറ്റായി ഹിറ്റ് ചെയ്തു. അതുപോലെ ഒരു ഡുവോ ഡേ മത്സരത്തിനാണ് സഞ്ജു ചെപ്പോക്കിൽ ഇറങ്ങിയത്. എന്നിട്ടും നേരിട്ട 2ാം പന്തിനെ അയാൾ ഗാലറിയിലേക്ക് നിക്ഷേപിച്ചു. സഞ്ജു എന്ന ധീരനായ ടീമാനെ ലോകം ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു അത്. ഇഷാൻ കിഷൻ ടീമിലുണ്ടായിരുന്നിട്ടും സഞ്ജുവാണ് വിക്കറ്റുകൾക്ക് കാവൽ നിന്നത്. ഈ ലോകകപ്പിൽ അവശേഷിക്കുന്ന എല്ലാ മത്സരങ്ങളിലും കളിപ്പിക്കുമെന്ന ഉറപ്പ് സഞ്ജുവിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വരും മത്സരങ്ങളിൽ അയാൾ കൂടുതൽ ശക്തിയോടെ കത്തിപ്പെടാൻ സാധ്യതയുമുണ്ട്. ടോസ് നടന്ന സമയത്ത് സഞ്ജു കളിക്കുന്നു എന്ന കാര്യം സൂര്യകുമാർ വെളിപ്പെടുത്തിയപ്പോൾ കാതടപ്പിക്കുന്ന ആരവങ്ങളാണ് ചെന്നൈയിൽ ഉയർന്നു കേട്ടത്. മഹേന്ദ്ര സിംഗ് ധോണിയെപ്പോലെ ഒരു വലിയ ബ്രാൻഡായി സഞ്ജു രൂപപ്പെടാൻ പോകുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ സിഗ്നൽ. 1996 ലോകകപ്പ് ഓർമ്മിക്കുന്നില്ലേ? അന്ന് സെമി ഫൈനലിലും ഫൈനലിലും മികച്ച ഇന്നിങ്സുകൾ കളിച്ചത് അരവിന്ദ ഡിസിൽവയായിരുന്നു. എന്നാൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സനത് ജയസൂര്യയും. രമേശ് കുരുവിതരണുമായി കൂട്ടുചേർന്ന് ജയസൂര്യ നൽകിയ തീപ്പൊരി തുടക്കങ്ങളാണ് ശ്രീലങ്കയെ ഒരു ചാമ്പ്യൻസ് സംഘമാക്കി അന്ന് മാറ്റിയത്. അതുപോലെ ഒരു ദൗത്യമാണ് സഞ്ജു ഇപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. മത്സരം അവസാനിക്കുമ്പോൾ സഞ്ജുവിൻ്റെ ഏറ്റവും വലിയ വിമർശകനായ സുനിൽ ഗവാസ്കർ പറയുന്നത് കേട്ടു. ടീമിന് വേണ്ടിയാണ് സഞ്ജു വമ്പൻ ഷോട്ടിന് ശ്രമിച്ച് പുറത്തായത്. അയാൾ 50 നേടിയില്ലായിരിക്കാം, പക്ഷേ സഞ്ജുവിൻ്റെ ചിറകിലേറിയാണ് ഇന്ത്യ ഇന്ന് പറന്നു തുടങ്ങിയതെന്ന്.